അപ്പോൾ F3 വ്ളോഗ്സിൻ്റെ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ്സിൽ ഒരു ഉത്സവം ശോഭപറമ്പ് കലങ്കരി എന്ന് പറയും. അതായത് എൻ്റെ അമ്മയുടെ വീട് താനൂരാണ്. അപ്പോൾ അവിടെ ശോഭപറമ്പ് കലങ്കരി ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര പ്രസിദ്ധമാണ്. അപ്പോൾ നമുക്ക് കലങ്കരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. തൊഴുതിട്ട് പിന്നെ അമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി തന്നെ കുറച്ച് കാളകളും കുറേ സ്റ്റോളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. അപ്പോൾ രാവിലെ തൊഴുത് നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ കയറി വരുന്ന ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. കസിൻസ് എല്ലാവരും രാവിലെ വന്ന് തൊഴുത് എല്ലാവരും അമ്മയുടെ വീട്ടിൽ ഓൾറെഡി എല്ലാവരും ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് ടുഗെദറും ഉത്സവവും എല്ലാം കൂടിയും ചേർന്നതാണ്. ഭയങ്കര ഫണ്ണായിരിക്കും. എല്ലാ കൊല്ലവും 3 ദിവസമാണ് ശോഭപറമ്പ് കലങ്കരി വരാറ്. അപ്പോൾ ഇക്കൊല്ലം അതേപോലെ തന്നെ 3 ദിവസമായിട്ടാണ് കലങ്കരി നടക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസം ഈവനിങ് ഭയങ്കര തിരക്കായിരിക്കും. ഏറ്റവും നല്ലത് 3-ാമത്തെ ദിവസം വരുന്നതാണ്. അപ്പോഴാണ് ഈ വരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഉത്സവം ഒരു ഹൈ ഇമ്പാക്റ്റിൽ വരുന്നത് ഈ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളും 3rd ഡേ ആണ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാ കൊല്ലവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരു കൊല്ലം ഞങ്ങൾ ശോഭപറമ്പ് കലങ്കരി മിസ്സാക്കാറില്ല. ഇത് തന്നെയായിരിക്കും ഒരു റൊട്ടീൻ. രാവിലെ വരുന്നു, അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഗെറ്റ് ടുഗെദർ, കസിൻസ് എല്ലാവരും ഉണ്ടാവും. പിന്നെ ഈവനിങ് ഞങ്ങൾ പിന്നെയും തിരിച്ച് അമ്പലത്തിലോട്ട് വരും, വരവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ തരം ഡ്രസ്സും ഇവിടെ അലൗഡാണ്. പാൻറ്, ഷർട്ട്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നീലു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആടുകളെയൊക്കെ കണ്ട് ഭയങ്കര ഫണ്ണായിട്ട് ആടുകളെയും കളിപ്പിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആടുകൾ അല്ലെങ്കിൽ കുറച്ചൊരു ഇഷ്ടം കൂടുതലാണ്. ആടുകളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലടിച്ച് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കലാണ് പ്രധാന പണി. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലം മുഴുവൻ ഒരു 1 ടൈം പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും മോർണിംഗ് തന്നെ തൊഴുത് പോകാമെന്ന് വിചാരിക്കും. കാരണം ഈവനിങ് ആകുമ്പോൾ തൊഴൽ വല്ലാണ്ട് നമുക്കൊരു ഭംഗിയിൽ നടക്കില്ല. കാരണം ഭയങ്കര റഷായിരിക്കും, വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായതുകൊണ്ട് തന്നെ രാവിലെ തൊഴുതിട്ടാണ് മിക്ക ആൾക്കാരും പോവാറ്. ഈ 3 ദിവസത്തെ നമ്മളുടെ കലങ്കരി കഴിഞ്ഞാലും കുറേ സ്റ്റോളുകളൊക്കെ പിന്നെയും അവിടെ ഉണ്ടാവും. ഒരു 1 വീക്കോളം ഈ സ്റ്റോളുകളും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവിടുന്ന് സ്ഥലമൊക്കെ കാലിയാക്കി എല്ലാം നോർമൽ ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ കസിൻസും അമ്മച്ചനും അമ്മമ്മയും എല്ലാവരും വെയിറ്റിംഗ് ആണ്. അവിടെ എത്തി പിള്ളേർ സെറ്റ് അവരുടേതായിട്ടുള്ള തകർക്കൽ പരിപാടികളൊക്കെ തുടങ്ങി. എന്തൊക്കെയോ പുതിയ കളിയൊക്കെ കണ്ടുപിടിച്ച് എല്ലാം കളിച്ച് അവിടെ അർമാദിക്കുകയാണ്. നീലുവും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവൾക്ക് പിള്ളേരായാൽ മതി, ചേച്ചിമാരും ചേട്ടന്മാരുടെ അടുത്ത് അവൾ ഓക്കെയാണ്. നമ്മളെ തന്നെ കണ്ട് ബോറടിച്ച് കാണും. കാരണം ഇവരെയൊക്കെ കാണുമ്പോൾ അവൾക്കൊരു പ്രത്യേക ഒരു എൻജോയ്മെൻറ്റും ഫണ്ണും കാര്യങ്ങളുമാണ്. അപ്പോൾ അവളും ഭയങ്കര ത്രില്ലാണ്. ആൻഡ് ഭക്ഷണമൊക്കെ അവൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ വേഗം കഴിക്കും. എങ്ങനെ പെട്ടെന്ന് കഴിക്കുന്നതിന് നമ്മളറിയില്ല. ഞങ്ങളുടെയും ഏതാണ്ട് ലഞ്ച് ടൈമൊക്കെ ആയി. ഞങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണി,
ചിക്കൻ ഫ്രൈയും എല്ലാം അമ്മച്ചനെല്ലാം ഓർഡർ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും നല്ല അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് മധുരം എന്നാണല്ലോ പൊതുവേ. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു കത്തിവെക്കൽ പ്രോസസ്സിലേക്ക് കടക്കാൻ പോവാണ്. അത് എല്ലാ ഗെറ്റ് ടുഗദറിനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കത്തിവെക്കലിന് പ്രത്യേകിച്ച് പഞ്ഞൊന്നുമില്ല. ഇരുന്ന് കത്തിവെക്കലും കളിയാക്കലുകളുമാണ് പ്രധാന പരിപാടി. സമയം പോയതേ അറിഞ്ഞില്ല. വൈകുന്നേരമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശോഭപറമ്പ് കലങ്കരിയുടെ ഒരു വരവ് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നാണ്. നമ്മളുടെ വീട് നിൽക്കുന്ന ആ ഒരു പറമ്പിൽ തന്നെയാണ് ഇവർ ആ വരവിൻ്റെ ആൾക്കാർ അവിടെ നിന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യും. ഒരു 6 മണി വരെ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യും. എന്നിട്ടായിരിക്കും അവർ ലേറ്റ് നൈറ്റ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുക. ഇങ്ങനെ ഒരുപാട് വരവ് ഓരോരോ സ്ഥലത്തു നിന്നുണ്ട്. അപ്പോൾ ലക്കിലി നമ്മളുടെ പറമ്പിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും അവരെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാ കൊല്ലം ഉണ്ടാവാറ്. ഇപ്രാവശ്യത്തെ കലങ്കരി കുറച്ചും കൂടിയും സ്പെഷ്യലായിരുന്നു. കാരണം പൊതുവേ വരവിന് ഞാൻ ഉത്സവങ്ങളിലൊക്കെ കാളകളിയാണ് നമ്മൾ അധികം കാണാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഫണ്ണായിട്ട് ഗൊറില്ല, പോളാർ ബിയർ അങ്ങനത്തെയൊക്കെ ഓരോ രൂപങ്ങളായിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഷോക്കായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ, ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അത് നമ്മൾ നേരിട്ട് കാണാൻ പിള്ളേരും എല്ലാവരും കൂടിയും നമുക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഹ്യൂജായിരുന്നു. കളിപ്പിക്കാനാണെങ്കിലും ഗോറില്ലയും എല്ലാം നേരിട്ട് നമ്മളെ നേരെ ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഓടി ഇങ്ങോട്ട് വരും. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒറിജിനൽ അല്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിവറാവും. പക്ഷേ നല്ല ഫൺ, നല്ല എൻജോയ് ചെയ്തു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഇപ്രാവശ്യത്തെ. ഒരു 6 മണി വരെയൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മളെ പറമ്പിൽ നിന്നിട്ട് തന്നെ ആയിരിക്കും അവർ ഫുള്ള് ബാൻഡ് സെറ്റാണെങ്കിലും ഈ ഗൊറില്ലാസ് അതുപോലെ പോളാർ ബിയർ ഇവരുടെ ഈ ഒരു ഷോ എല്ലാം ആണെങ്കിലും ഒരു 6 മണി വരെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ലേറ്റ് നൈറ്റ് അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോകും. അങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈവനിങ് ഒരു 6-6:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. കുറേ വരവുകളും പിന്നെ പൂരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വൈബ് എന്ന് പറയുന്നത് നമ്മളുടെ ഈവനിങ് ആണ് അല്ലേ. കുറേ കടകളിൽ പോവുക, വെറുതെ ചുമ്മാ നടക്കുക, വരവുകൾ കാണുക. ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക എനർജി തന്നെയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിന് പ്രാവശ്യം ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഒരു ലൈറ്റും സ്റ്റാളുകളിലുള്ള നമുക്ക് കിട്ടുന്ന ഫുഡും
എല്ലാം കൂടിയായിട്ട് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ ഈവനിങ് ടൈമാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ഫുൾ ബ്യൂട്ടി തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ ഇതേപോലെ സ്റ്റോൾസ് എല്ലാ കൊല്ലും ഒരു സ്ക്വയർ റെക്റ്റാങ്കുലർ ഷേപ്പിൽ അവർ ഫുൾ സ്റ്റോൾസ് ഇടും. ഈ ഒരു സെക്ഷൻ ഫുൾ സ്റ്റോളായിരിക്കും. പിന്നെ ഉത്സവങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഞങ്ങളുടെ മലപ്പുറം ഈ ഭാഗത്തൊക്കെ മുട്ടപ്പട്ടാണി എന്നാണ് പറയാറ്. അതായത് കോഴിമുട്ടയും ഗ്രീൻ പീസ് അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ബീച്ചിലൊക്കെ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മെയിനായിട്ട് ഉത്സവങ്ങളിൽ എന്തായാലും കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഏത് ഉത്സവത്തിന് പോയാലും ഞാൻ ഫസ്റ്റ് ആദ്യം തേടുന്ന ഒരു സാധനമാണ് മുട്ടപ്പട്ടാണി ഉണ്ടോയെന്ന്. എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും നോക്കി നടക്കുന്നൊരു സംഭവമാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഇതിന് വിളിക്കുകയെന്ന് എനിക്കറിയില്ല. ഉള്ളവർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ കുറേ വരവുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് വരവുകളുടെ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ കുറേ വരവുകൾ കണ്ടു. ഉത്സവമൊക്കെ നല്ല ഗംഭീരമായി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഇവിടുന്ന് ഞങ്ങൾ അത്ര ഒരു വെളുക്കോളൊന്നും അവിടെ നിൽക്കില്ല. കുറച്ചൊരു 8:30, 9 ഞങ്ങളൊരു 9 മണി 9:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. കാരണം ആകെ ടയേർഡായിരുന്നു. കാരണം രാവിലെ സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. അപ്പോൾ എനർജി കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ടയേർഡായിരുന്നു. അങ്ങനെ വരവുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു 9:30 ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. കലങ്കരിയുടെ ലാസ്റ്റ് ദിവസം 30-ാം തീയതി ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് 31, ഒരു ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറിന് വലിയ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു വൈനൊക്കെ ഒന്ന് കുടിച്ച് ഒരു പ്ലം കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, എന്തായാലും പോവല്ലേ, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ചെറിയ രീതിയിൽ വൈനും പ്ലം കേക്കൊക്കെ കട്ട് ചെയ്ത് പിള്ളേർ സെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആഘോഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നീലുവിനും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. അവൾക്കും നല്ല ഇഷ്ടമായി. ഹോം മെയ്ഡ് വൈനായിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല, ഹോം മെയ്ഡ് ഇൻസ്റ്റൻറ്റ് വൈനായിരുന്നു. എല്ലാവരും ഒന്ന് ഫൈനലായിട്ടൊന്ന് വീഡിയോയ്ക്ക് പോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ തിക്കും തിരക്കും ട്രാഫിക് ജാമാണ് ഈ കാണുന്നത്. അപ്പോൾ സ്ക്രീനിലാണെങ്കിൽ എല്ലാവരും വരും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെ ഒരു ചിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ആവാനുള്ള ടൈമായി. അപ്പോൾ പിള്ളേർ സംഘം നീലുവിനെ പിടിവിടാൻ യാതൊരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ F3 വ്ളോഗ്സിൻ്റെ ഗുഡ് ബൈ.